സന്തോഷമാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനത ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം കൊച്ചു കേരളവും അതിൽ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ട്രിവാൻഡ്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബെർത്തിൽ 2 കപ്പലുകളെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അതിലൊരു കപ്പൽ ഇപ്പോൾ പുറംകടലിലേക്ക് അല്ലെങ്കിൽ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വിഷ്വലാണ് കാണുന്നത്. വളരെ മനോഹരമായ വ്യൂ തന്നെയാണ്. ഈ തെങ്ങിന്റെ ഇടയിലൂടെ ആ കപ്പൽ വളരെ സാവധാനം വരുന്നതും ടഗിനെ നമുക്ക് കാണാൻ സാധിക്കും. ടഗിലെ ഹെവി റോപ്പ് ഉപയോഗിച്ച് കപ്പലിനെ പുള്ളി ചെയ്ത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് കൊണ്ടുവരുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഏതാണ് ആ കപ്പലെന്നും കപ്പലിന്റെ ഡ്രാഫ്റ്റ് എന്താണെന്നും നമ്മുടെ പോർട്ടിൽ നിന്നും ഏത് പോർട്ടിലേക്കാണ് ഈ കപ്പൽ പോകുന്നത് എന്നുമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, വലിപ്പത്തിന്റെ കാര്യത്തിൽ വളരെ ചെറിയ പോർട്ടാണെങ്കിലും വളരെ കുറച്ചു മാസങ്ങൾ കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ പോർട്ടാണ് നമ്മുടെ പോർട്ട്. അതുമാത്രമല്ല, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിച്ചു കഴിഞ്ഞ നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിന്റെ മനോഹാരിത കൂടി ചേരുമ്പോൾ വളരെ ഭംഗിയാണ്. വളരെ ദൂരം എന്നുള്ള വ്യൂവിൽ നമ്മുടെ പോർട്ടിനെ കാണാൻ, ഈ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ കാണുമ്പോൾ ഈ പച്ച പട്ട് വിരിച്ച പരവതാനിയിൽ ഇന്റർനാഷണൽ ലെവൽ ഒരു പോർട്ട് എന്ന് പറയുമ്പോൾ അത് കാണാൻ വളരെ മനോഹരമാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തെങ്ങിന്റെ ഇടയിലൂടെ കാണുന്ന ആ ഒരു കപ്പൽ ഏതാണെന്ന് നമുക്കറിയില്ല. 2 കപ്പലുകളാണ് നിലവിൽ നമ്മുടെ പോർട്ടിൽ ബെർത്ത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മോറിങ്ങിലുള്ളത്. അതിലൊരു കപ്പലാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അതായത് കപ്പൽ ചാലിലൂടെ നമ്മുടെ മുന്നിലൂടെ തന്നെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ടഗ് ബോട്ട് സൈഡിലായിട്ടുണ്ട്. ടഗ് ബോട്ടിന്റെ ഹെവി പുള്ളിങ് കൊണ്ടാണ് ഈ കപ്പൽ വളരെ സാവധാനം ഈ ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് വരുന്നത്. വലിയൊരു കപ്പൽ തന്നെയാണ് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. അതേസമയം തന്നെ ടെർമിനൽ 2-ൽ ഇപ്പോൾ കണ്ടെയ്നർ മൂവ്മെന്റ് STS ക്രെയിൻ വെച്ച് നടത്തുന്നത് കാണാൻ സാധിക്കും. തെങ്ങിന്റെ ഇടയിലൂടെയുള്ള വ്യൂ എന്ന് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ലോകരാജ്യങ്ങളിലെ എണ്ണപ്പെട്ട പോർട്ടുകൾ തന്നെയായിരിക്കും ഇത്രയധികം മനോഹരമായ വ്യൂ തരുന്ന പോർട്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അത്രത്തോളം നമുക്ക് മനോഹരമാണ്. നമ്മുടെ ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് കാണാനും സാധിക്കും. പലരും നമ്മുടെ വീഡിയോയിലൂടെ ചോദിക്കുന്നുണ്ട്, കപ്പലിനെ കാണാൻ വളരെ ഭംഗിയായിട്ട് വരുന്ന വളരെ അടുത്ത് നിന്ന് കാണുന്ന സ്ഥലം എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ പൂർണ്ണമായിട്ട് കപ്പൽ ചാലിലൂടെ കപ്പൽ വന്ന് പോർട്ടിനകത്തേക്ക് പ്രവേശിച്ച് മൂറിങ്ങിലാവുന്ന കാഴ്ച ഉൾപ്പെടെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരൊറ്റ വ്യൂ ഉള്ളൂ. അത് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നാണ്. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നോക്കിയാലും വളരെ ഭംഗിയായിട്ട് വളരെ വ്യക്തതയോടെ, കുറച്ച് ദൂരമുണ്ട് എന്നാലും നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. വലിയൊരു കപ്പൽ തന്നെയാണ് ഇപ്പോൾ കപ്പൽ ചാലിലൂടെ നമ്മുടെ മുന്നിലൂടെ വരാനായി പോകുന്നത്. നമുക്ക് ഏത് കപ്പൽ എന്ന് കറക്റ്റ് പേരറിയില്ല. കുറച്ചുകൂടി അടുത്ത് വന്നു കഴിഞ്ഞാലേ അറിയാൻ സാധിക്കുള്ളൂ. 2 ടഗ് ഉണ്ട്, അതായത് ലാർജ് വെസൽ ആണെന്ന് തോന്നുന്നു 2 ടഗ് ഉണ്ടാവാൻ. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കപ്പലിനെ കാണാനായി സാധിക്കും. ആ പറയുന്ന കേരളത്തിന്റെ കേരവൃക്ഷങ്ങൾ നിറഞ്ഞ ആ ഒരു വ്യൂ വളരെ മനോഹരം തന്നെയാണ്. കാണാത്തവർ ദയവായി ഈ വ്യൂ പോയിന്റിലൊന്ന് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് പോകുന്നത് കാണാനായി സാധിക്കും. ഇപ്പോൾ കപ്പലിന്റെ കൂടെ ഒരു ടെഗ് ഉണ്ട്, അത് നമുക്ക് കാണാനായി സാധിക്കും. കുറച്ചുകൂടി അടുത്ത് വന്നു സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പലിന്റെ പേര് നമുക്ക് കാണാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് വാട്ടർ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ പോർട്ടിനകത്ത് തന്നെയാണുള്ളത്. കാരണം ബ്രേക്ക് വാട്ടറിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് തിരമാല ഇല്ലാത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുറത്ത് കടലിലൊക്കെ എപ്പോഴും തിരമാല ഉള്ളതാണ്. അത് ഈ പോർട്ടിന്റെ അല്ല, എല്ലാ പോർട്ടിന്റെ പുറത്തും തിരമാല ഉള്ളതാണ്. ബ്രേക്ക് വാട്ടറിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തിരമാലയുടെ പവർ നമുക്കറിയാത്തത്. അതുമാത്രമല്ല, നമ്മുടെ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ 2960 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 70-80 ലക്ഷം ടൺ നാച്ചുറൽ സ്റ്റോൺ വേണ്ടി വന്നു. കാരണം നമ്മുടെ ഈ ബ്രേക്ക് വാട്ടർ ഏകദേശം 20 മുതൽ 22 മീറ്റർ വരെയാണ് ആഴമുള്ളത്. നമ്മൾ മുന്നിൽ കാണുമ്പോൾ, അതായത് നമുക്ക് ബ്രേക്ക് വാട്ടർ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് 10 മീറ്റർ വീതിയാണെങ്കിൽ കടലിന്റെ അടിയിൽ 125 മീറ്ററാണ് വീതിയുള്ളത്. അത്രത്തോളം വലിയൊരു ബ്രേക്ക് വാട്ടർ തന്നെയാണ്. പിൽക്കാലത്ത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്ക് കപ്പലിനെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്.
MSC Alma 7 എന്നാണ് കപ്പലിന്റെ പേര്. നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വലിയൊരു കപ്പൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. വലിയൊരു കപ്പൽ എന്ന് പറയുമ്പോൾ ഏകദേശം 304.2 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത് എന്ന് പറയുന്നത്. 40 മീറ്ററാണ് കപ്പലിന്റെ ബീം അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു വ്യൂ നോക്കാം. അതായത് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് കപ്പലിൽ നിന്നും നമ്മുടെ ലാഡറിലൂടെ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നുണ്ടോ. ഇങ്ങനെയാണ് സാഹസികമായിട്ട് തന്നെയാണ് കയറുന്നും ഇറങ്ങുന്നും പോർട്ടിലെ പൈലറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഈ പോർട്ടിലല്ല, ലോകത്തുള്ള എല്ലാ പോർട്ടിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ സാഹസ്യം എന്ന് പറയാൻ യഥാർത്ഥത്തിൽ കാരണം വലിയൊരു ഡീപ്പ് വാട്ടറാണ്. 20 മീറ്ററോളം 22 മീറ്ററോളം ആഴമാണ് നമ്മൾ ഈ പ്ലേസിലെല്ലാം. അതുകൊണ്ടാണ് ബാക്കി എല്ലാ പോർട്ടിലും അത്രത്തോളം ആഴം കാണുന്നത്. ലോകത്തിൽ എണ്ണപ്പെട്ട പോർട്ടിൽ വളരെ ചുരുക്കം ചില പോർട്ടിൽ മാത്രമേ 20 മീറ്ററിൽ കൂടുതൽ ആഴമുള്ളൂ. ബാക്കിയെല്ലാം വളരെ കുറച്ച് ആഴമേ ഉള്ളൂ. അതിനാൽ ഇതൊരു റിസ്കി ഫാക്ടർ തന്നെയാണ്. അദ്ദേഹം ഇറങ്ങി വരുന്ന പോർട്ടിലെ പൈലറ്റാണ്. ഇത് ഇറങ്ങി വരുന്ന കാണാൻ സാധിക്കും. ടഗിനെയും നമുക്ക് തൊട്ടടുത്തായി കാണാൻ സാധിക്കും. ഇത് ഇറങ്ങാൻ സാധിച്ചു. ചില പോർട്ടുകളിൽ ചില കപ്പലുകൾക്ക് ഇതേപോലെ ലാഡറല്ല, ഇവിടെ ഒരു ഡോറ് കാണും. കഴിഞ്ഞ തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇത് ഡോൾഫിൻ 28 എന്ന് പറയുന്ന ടഗാണ്. ഇതാണ് നമ്മുടെ പോർട്ടിലെ പൈലറ്റ്. ഇത്രത്തോളം സൂമിങ് നമുക്കുള്ളൂ, എന്നാലും നമുക്ക് കാണാനായി സാധിക്കും. ഇതാ പോർട്ടിലെ പൈലറ്റ് ടഗിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് കപ്പലിൽ നിന്നും ഈ പറയുന്ന പോർട്ടിലെ പൈലറ്റ് നമ്മുടെ ടഗിലേക്ക് ഇറങ്ങുന്നത്. നിലവിൽ കയറുന്ന നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം നമ്മൾ ഈ പൊസിഷൻ വളരെ ദൂരെയാണ്. കാരണം ഈ പറയുന്ന പൈലറ്റ് ഏജ് എന്ന് പറയുന്നത് വളരെ ദൂരെയാണ്. ദൂരെ എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും നമുക്ക് ആ വ്യൂ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പൈലറ്റ് അതിന്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല. കപ്പലിന്റെ ലെന്ത് എന്ന് പറയുന്നത് 304.2 മീറ്ററാണ്. 40 മീറ്ററാണ് കപ്പലിന്റെ വീതി അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത്. 24.2 മീറ്ററാണ് കപ്പലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. 14 മീറ്ററാണ് കപ്പലിന്റെ മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ കപ്പൽ ബിൽഡ് ചെയ്ത് 1/8/2000 ബിൽഡ് ചെയ്ത കപ്പലാണ്. കാരണം ഇത്തിരി പഴക്കമുണ്ട്, ഇത്തിരി പഴയ ഷിപ്പ് തന്നെയാണ്. 22 നോട്ടിക്കൽ ഫീൽഡ് സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന് 6420 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. MSC Alma 7 എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം കപ്പലിലെ ക്രൂവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം, കപ്പലിന്റെ ക്രൂ ഇവിടെ നിൽക്കാൻ കാരണം, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഹെവി റോപ്പൊക്കെ പൂർണ്ണമായിട്ടും അതിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പോർട്ടൊക്കെ ഒന്ന് നോക്കുകയായിരിക്കും. നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്രൂവിനെ കാണാൻ സാധിക്കും. ഈ പറയുന്ന ഈ ഒരു പോർഷനിലാണ്, ഈ റോളറിലാണ് നമ്മുടെ ഹെവി റോപ്പ്, അതായത് കപ്പലിനെ പിടിച്ചു കെട്ടുന്ന ഹെവി റോപ്പൊക്കെ ചുറ്റി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കപ്പലിലെ ഫോർമാസ്റ്റ് ആണ്. ഇത് കുറച്ച് പഴക്കം ചെന്ന കപ്പലാണ്. ഓരോ കപ്പലിനും വ്യത്യസ്തമായ ഫോർമാസ്റ്റ് ആണ്. കാരണം പുതിയ പുതിയ ടെക്നോളജികളാണ് ഓരോ കപ്പലിനും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബ്രിഡ്ജ് പോർഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു പോർഷൻ ഫോർമാസ്റ്റ് തന്നെയാണ്. ഏകദേശം 6420 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലിന് 500 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാനായി സാധിക്കും. ഈ കപ്പലിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് 81,556 ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കപ്പലിന്റെ എഞ്ചിനൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ സ്ഥലം തന്നെയാണ്. ഹ്യുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് കോർപ്പറേറ്റ് ലിമിറ്റഡ്, സൗത്ത് കൊറിയ. പലപ്പോഴും കപ്പലിൽ വന്നപ്പോഴൊക്കെ നമ്മൾ കപ്പലിന്റെ എവിടെയാണ് ബിൽഡ് ചെയ്തൊക്കെ നമ്മൾ പലപ്പോഴും നോക്കാറുണ്ട്. കാരണം പല കപ്പലുകളും സൗത്ത് കൊറിയയിലും ചൈനയിലുമാണ് ബിൽഡ് ചെയ്തിട്ടുള്ള. മേജർ ഷിപ്പുകളെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത് സൗത്ത് കൊറിയ തന്നെയാണ്. ആ എഞ്ചിൻ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ വന്ന കപ്പൽ പോലെ തന്നെ BMW 10K98 MCC ആണ് കപ്പലിന്റെ എഞ്ചിൻ ടൈപ്പ്. കപ്പലിന്റെ ഈ പറയുന്ന എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് 57,059 കിലോമീറ്ററും RPM എന്ന് പറയുന്നത് 104 RPM. 22 ക്രൂ മെമ്പേഴ്സ് ആണ് ഈ കപ്പലിലുള്ളത്. ഇപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റ് ഏകദേശം 12 സംതിങ് ആണ് നിലവിലുള്ളത്. നമുക്കത് വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. കുറച്ച് പഴക്കം ചെന്നതിനാൽ ഇവിടുത്തെ പെയിന്റ് ഒക്കെ കുറച്ച് ഇളകി പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഏകദേശം 13 മീറ്ററോളം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കാണാൻ സാധിക്കും. ഈ വാട്ടർ ലൈൻ ഉള്ളത് ഏകദേശം 14 മീറ്റർ ആണ്. അത് നമുക്ക് കാണാൻ സാധിക്കണ്ടോ. ഈ വാട്ടർ ലൈൻ ഉള്ള 14 മീറ്റർ ആണ്. അതിന്റെ പകുതിയോളം, കാരണം ഇങ്ങോട്ടും വന്നിട്ടുണ്ട് വെള്ളം, കണ്ടോ. ഏകദേശം 12 മീറ്റർ ആണെന്ന് തോന്നുന്നു നിലവിലെ ഡ്രാഫ്റ്റ്. ഇപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അല്ലെങ്കിൽ പുതിയ ഷിപ്പുകളാണെങ്കിൽ മാർക്കിംഗ് വളരെ ഭംഗിയായതിനാൽ, അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയതിനാൽ അത് വളരെ ദൂരം നിന്ന് നമുക്ക് സൂമിങ്ങിലൂടെ കിട്ടാനായി സാധിക്കും. ഇപ്പോൾ ഈ കപ്പൽ സിംഗപ്പൂരിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ആ കപ്പലിനോടൊപ്പം ടഗും പോണത് കാണാൻ സാധിക്കും. ഏതാ ടഗ് നമുക്ക് നോക്കാം. ഡോൾഫിൻ 28 തന്നെയായിരിക്കും. കാരണം കുറച്ച് മുന്നേ തന്നെ ഈ കപ്പലിൽ നിന്നും നമ്മുടെ പോർട്ടിലെ പൈലറ്റ് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് കപ്പലിന്റെ ബ്രിഡ്ജ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈഫ് ബോട്ട് കാണാൻ സാധിക്കും. അത് മാത്രം ലൈഫ് ബോട്ടിന്റെ അടുത്തൊരു ക്രൂവിനെ കാണാൻ സാധിക്കും. കേട്ടോ, ഒരു വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ആണെന്ന് തോന്നുന്നു. നമ്മുടെ രാജ്യത്തുള്ള ആളായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ പോർട്ടൊക്കെ വളരെ ഞാൻ തൊട്ട് ആദ്യം പറഞ്ഞതുപോലെ വളരെ മനോഹരമായ വ്യൂ
അത് ധാരാളം തെങ്ങുകളുണ്ട് പോർട്ടിന്റെ സൈഡിലൊക്കെ, അത് നോക്കി കാണുകയായിരിക്കും. വ്യത്യസ്തമായ പോർട്ട് തന്നെയാണ്, പലരും ആശ്ചര്യത്തോട് തന്നെയാണ് നമ്മുടെ പോർട്ട് നോക്കുന്നത്. ബ്രിഡ്ജ് പോർഷന്റെ സൈഡിലെ ഓരോ നിലകളും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. MSC Almas 7 എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഈ കപ്പലിന്റെ ബ്രിഡ്ജിൽ തന്നെയാണ്, ബ്രിഡ്ജ് പോർഷനോട് ചേർന്ന് തന്നെയാണ് ഈ കപ്പലിന്റെ ഈ ഫണലുമുള്ളത്, എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സോസിന്റെ ഫണലുമുള്ളത്. കാരണം പുതിയ കപ്പലുകൾക്കാണെങ്കിൽ ഫണൽ പ്രത്യേകിച്ച് ഉണ്ടാവും. പക്ഷേ ഇത് ഏകദേശം 2000 ബിൽഡ് ചെയ്ത ഷിപ്പ് ആയതിനാൽ ഈ പറയുന്ന ഈ ബ്രിഡ്ജ് വിങ്ങും വീൽ ഹൗസും മങ്കി എൽഡും നാവിഗേഷൻ എക്യുപ്മെന്റ്സും റഡാറും സിഗ്നൽ മാസ്റ്റും ഫണലും എല്ലാം ഈ ബ്രിഡ്ജിൽ ഒരുമിച്ചാണ് ഇത് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് നിലവിൽ ഈ കണ്ടെയ്നർ ഉള്ളത്. കണ്ടെയ്നർ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത് കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 6420 TEU ആണ്. ഇപ്പോൾ നമുക്ക് ചഗിനെ കാണാൻ സാധിക്കും, കപ്പലിനെ കാണാൻ സാധിക്കും. കപ്പൽ പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന വളരെ മനോഹരമായ വ്യൂ തന്നെയാണ്. കണ്ടോ, ഈ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് തിരിഞ്ഞ് സിംഗപ്പൂർ ഈ ഭാഗത്ത് തിരിഞ്ഞിട്ടാണ്, അതായത് നമുക്ക് റൈറ്റ് തിരിഞ്ഞിട്ടാണ് കപ്പൽ പോകുന്നത്. കപ്പൽ പൂർണ്ണമായിട്ടും റൈറ്റ് തിരിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കപ്പലിന്റെ വാട്ടർ മാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാനേ സാധിക്കും. ചില കപ്പലുകൾക്ക് വാട്ടർ മാർക്ക് പോലും പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കില്ല, കാരണം ജലത്തിൽ മുങ്ങിപ്പോകുന്ന രീതിയിലാണ് കപ്പൽ പോകുന്നത്. കാരണം അത്രത്തോളം ഡ്രാഫ്റ്റിലായിരിക്കും നമ്മളെ പോർട്ടിൽ നിന്നും പല കപ്പലുകളും വന്നു പോകുന്നത്. ചില വരുന്നതും പോകുന്നതും അങ്ങനെ തന്നെയാണ്. റെക്കോർഡ് ഡ്രാഫ്റ്റ് ഏകദേശം 16.8 മീറ്റർ ആണ്. തീർച്ചയായിട്ടും ഉടൻ തന്നെ അടുത്ത 2 അൾട്രാ ലാർജ് വെസലുകൾ വരുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ തീർച്ചയായിട്ടും ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വലിയൊരു ഡ്രാഫ്റ്റ് തന്നെയുണ്ട്. ഏകദേശം 16 സംതിങ് മീറ്റർ ഡ്രാഫ്റ്റ് തന്നെ വരുന്ന കപ്പലുകളുണ്ട്. ധാരാളം കപ്പലുകൾ ദിനം പ്രതി വെയിറ്റ് ചെയ്ത് വന്ന് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ഒരു ടാഗ് ഈ കപ്പലിനൊപ്പം വന്നത്, ഈ കപ്പൽ പോയി കഴിഞ്ഞാൽ അടുത്തൊരു കപ്പൽ വെയിറ്റിംഗ് ആണ്. നമുക്ക് ആ കപ്പൽ ഏതാന്ന് നോക്കാം. അങ്ങനെയാണ് നമ്മുടെ ഔട്ടർ ആങ്കറേജിൽ കപ്പലുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് കാരണം ധാരാളമുണ്ട്. നമ്മുടെ ഈ പോർട്ടിന്റെ താരിഫ്, അതായത് കണ്ടെയ്നർ മൂവ്മെന്റിന്റെ താരിഫ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. അതായത് നമ്മുടെ പോർട്ടും ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യില്ല. നമ്മുടെ പോർട്ടും തൊട്ടടുത്തുള്ള സിംഗപ്പൂർ, ഈ പറയുന്ന ജബലലി, പിന്നെ അടുത്തുള്ള കൊളംബോ പോർട്ട്, ഈ 3 പോർട്ടുമായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും കമ്പാരിസൺ വരുന്നത്. കാരണം ഇതൊരു ഇന്റർനാഷണൽ ലെവൽ പോർട്ടാണ്, ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുമാണ്. ആ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു റേറ്റ് തന്നെയാണ്. അതായത് 50% താഴെയാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിന്റെ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കപ്പൽ കമ്പനികൾക്കും നമ്മുടെ പോർട്ടിൽ വരുന്നതോടെ ലാഭം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ അർത്ഥം. അത് മാത്രമല്ല, ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഏറ്റവും അടുത്തുള്ള പോർട്ട് തന്നെയാണ്. ഏറ്റവും അടുത്തെന്ന് പറയുന്നത് വെറും 10 നോട്ടിക്കൽ മൈൽ അകലേ ഉള്ളൂ. 10 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 18.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ പറയുന്ന കരയിൽ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഴിഞ്ഞം മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ദൂരെ കൂടി പോകുന്ന കപ്പലിന് നമുക്ക് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. അത്രത്തോളം അടുത്ത് തന്നെയാണ്. അതായത് കപ്പൽ ചാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് വരെ നമ്മളെ പോർട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അത്രത്തോളം അടുത്താണ്. പിന്നെ ആഴം കൂടുതലാണ്. നമ്മുടെ ടൈഡ് വേരിയേഷൻ എന്ന് പറയുന്നത് 45, അതായത് ടൈഡ് എന്ന് പറയുമ്പോൾ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്നത് 45-50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രത്തോളം ഉള്ളത് ലോകത്തിലെ എണ്ണപ്പെട്ട പോർട്ടുകൾ തന്നെ എന്ന് നമുക്ക് പറയാം. അതിൽ ഏറ്റവും നല്ലൊരു പോർട്ട് നമ്മുടെ പോർട്ട് തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് ഏകദേശം 9 ലക്ഷം TEUക്ക് അടുത്ത ട്രാൻസ്ഷിപ്മെന്റ് നേടിക്കഴിഞ്ഞത്. കാരണം അങ്ങനെ നേടാനുള്ള മെയിൻ റീസൺ ഇതൊക്കെ തന്നെയാണ്. നാച്ചുറലായിട്ട് തന്നെ ദൈവം കനിഞ്ഞ് നൽകിയിട്ടുള്ള ആഴവും ഈ ലോ ടൈഡും പിന്നെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിന്റെ ഏറ്റവും അടുത്ത്, ഇതൊക്കെ നമ്മളെ പോർട്ടിന്റെ അനുകൂല ഘടകങ്ങളാണ്. ഇതിന് സമാന്തരമായിട്ട് ഇന്ത്യയിലെ ഏതൊരു വലിയ പോർട്ട് വന്നാലും ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ആ പോർട്ട് ഇരിക്കുന്ന പൊസിഷന് തുല്യം ഒരിക്കലും ആവില്ല. ഇപ്പൊ നമ്മുടെ ഈ പോർട്ടിന് തുല്യമായിട്ട് വേറെ ഇപ്പൊ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, വാദ്വാൻ പോർട്ടൊക്കെ വരുന്നുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ വലിയൊരു പോർട്ട് തന്നെയാണ്. അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയത്. ഏതാണ് എനിക്കൊന്ന് 80,000 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന വലിയൊരു പോർട്ട്. അത് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന്റെ അവസ്ഥ എന്താവുന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, വാദ്വാൻ പോർട്ട് പോലെയല്ല വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് ഇരിക്കുന്ന പൊസിഷനാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾക്ക് വളരെ ഫാസ്റ്റായിട്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു പോയിന്റാണ് നമ്മുടെ പോർട്ടുള്ളതാണ് നമ്മുടെ പോർട്ടിന്റെ വിജയം. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ, ഇപ്പോൾ ഒരു കപ്പൽ പോയി അടുത്ത കപ്പൽ ഇതാ ഔട്ടർ ആങ്കറേജ് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് പോർട്ടിലെ പൈലറ്റ് ഒരു കപ്പലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കപ്പൽ ഉടൻ തന്നെ കയറുന്നിരിക്കും. ഇനിയും 2-3 കപ്പൽ പുറത്ത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എപ്പോഴും തിരക്ക് തന്നെയാണ്. 24 hours ആണ് നമ്മുടെ ഈ പറയുന്ന പോർട്ട് വർക്ക്. അപ്പോൾ ചോദിക്കും, എല്ലാ പോർട്ടും 24 hours എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല പോർട്ടും 24 hours അല്ല. കാരണം ടൈഡ് വേരിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേലി ഇറക്ക വേരിയേഷൻ ഉണ്ട്. അതിനാൽ ചിലപ്പോൾ രാത്രിയിൽ കപ്പൽ കയറാൻ പറ്റാത്ത അവസ്ഥ പല പോർട്ടിലും, ഇന്ത്യയിലെ തന്നെ പല പോർട്ടിലും ഉണ്ട്. ഇന്ത്യയിലെ പോർട്ടുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യുന്നില്ല. പല പോർട്ടിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പല പോർട്ടിലും കാണുമായിരിക്കും. അതാണ് 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏത് സമയത്തും നമ്മുടെ പോർട്ടിനകത്ത് കപ്പൽ വന്നു പോകാനായി വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടഗ് പോകുന്ന കാണാൻ സാധിക്കും. അതായത് പോർട്ടിലെ പൈലറ്റ് പോവുകയാണ്, പോയിട്ട് അടുത്ത്
നമ്മുടെ കപ്പലിലെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന വിഷ്വൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കപ്പൽ വളരെ വളരെ ഒരു അസാധാരണമായ ഒരു കപ്പലാണ്. കാരണം ഈ പറയുന്ന കാറ്റിനെ കീറി മുറിച്ചു കൊണ്ടുപോകുന്ന ഒരു കപ്പലാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വളരെ ദൂരെയായിട്ടുള്ളത്. ആ കപ്പൽ ഉടൻ തന്നെ നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കും. അത് മാത്രമല്ല ഫീഡർ വെസലുമുണ്ട്, ധാരാളം ഫീഡർ വെസലുമുണ്ട്. അത് മാത്രമല്ല പുതിയ സർവീസുകൾ, ഫീഡർ വെസലിലെ പുതിയ സർവീസുകൾ നമ്മുടെ പോർട്ടിൽ നിന്ന് ആരംഭിക്കും. ഈ ഇടയ്ക്ക് ആരംഭിച്ച് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം, കൊൽക്കത്ത, ഈ പറയുന്ന നമ്മുടെ കൊളംബോ അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പല സ്റ്റേറ്റും ലോകത്തിലെ പല രാജ്യങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പല പുതിയ സർവീസുകളും നമ്മുടെ പോർട്ടുമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ധാരാളം സർവീസുകൾ ആരംഭിക്കും. അങ്ങനെ ആരംഭിക്കേണ്ട കാരണം ലാർജ് വെസൽ അല്ലെങ്കിൽ ഫീഡർ വെസൽ മുതൽ അൾട്രാ ലാർജ് വെസൽ വരെ നമ്മുടെ പോർട്ടിൽ അനായാസേന ബർത്ത് ചെയ്ത് മൂറിങ് ചെയ്ത് കണ്ടെയ്നർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്തുന്നതിനാൽ ധാരാളം ഫീഡർ വെസലുകൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് ധാരാളം പുതിയ ഫീഡർ വെസലുകൾ നമ്മുടെ പോർട്ടിനെ കൂടെ ലിങ്ക് ചെയ്തിട്ട് പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതുകൊണ്ട് തന്നെയാണ്. ഇനിയും ധാരാളം കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് MSC അൽമാസ് 7 എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് പോകുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഇനി സിംഗപ്പൂരിൽ നിന്നും നേരെ ചൈനയിലേക്കായിരിക്കും പോകുന്നു. ചൈന എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഷാങ്ഹായിലേക്കായിരിക്കും പോകുന്നത്. അടുത്ത പുതിയ സർവീസുകൾ നമുക്കെല്ലാവർക്കും അറിയാം, ഷാങ്ഹായിൽ സ്റ്റാർട്ട് ചെയ്ത് യൂറോപ്പിലേക്കായിരിക്കും. ആ യൂറോപ്പിലേക്ക് പോകുന്ന റൂട്ടായ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിന്റെ ഏറ്റവും അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 നോട്ടിക്കൽ മൈൽ അകലെയുള്ള പോർട്ടാണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. അതിനാൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പോർട്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ട്രിവാൻഡ്രം എന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ എല്ലാ അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.